കരിപ്പിടി താടിയടാ. ഇന്നതേ വീട്ടിലെ കുളത്തിൽ നിന്ന് ചൂണ്ടിട്ട് കുറച്ച് മീനെ പിടിക്കാൻ പോകണ്ടാ. അത്യാവശ്യം കരിപ്പിടിയൊക്കെ എടുക്കുന്നുണ്ട് കുളത്തില്. നമ്മളെന്തായാലും അധികം ഒന്നും പിടിക്കണില്ല കേട്ടാ. ഇപ്പൊ ആവശ്യത്തിനുള്ള ഒരു 5-6 മാത്രമേ പിടിക്കണുള്ളൂ. എന്തായാലും ഇനി 1 മാസത്തിനുള്ളിൽ ഈ കുളം ചെളിയൊക്കെ കയറ്റി ക്ലീൻ ചെയ്യാനുള്ള കേട്ടാ. അപ്പൊ എന്തായാലും എല്ലാ മീനുകളെയും കിട്ടും. അതിന്റെ പേര് കരിപ്പിടി. ഇപ്പതേ കുളത്തില് ചെറുതായിട്ട് നീർനായയുടെ ശല്യം ഉണ്ട് കേട്ടാ. അത് കാരണം കുറെ മീനുകളൊക്കെ നീർനായ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല വലിയ പിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നാണ്. ഇപ്പൊ ഒന്നിനെ അങ്ങനെ കാണാറില്ല. കരിപ്പിടി താടിയടാ. ദേശീയ വീട് പോണോ? പിടിക്കാൻ പറ്റുമോ? ഇതൊന്നും വളർത്തു കരിപ്പിടിയല്ല കേട്ടാ. അത്യാവശ്യം നല്ല സൈസുള്ള നാടൻ കരിപ്പിടിയാണ്. പിടിച്ചതിനെ തിരിച്ചിടണം. ആകു പിടിക്കലേട്ടാ പോയി. ദൈമറിയണൊക്കെ കരിപ്പിടിയണ്ടാ. മുമ്പ് നല്ലോണം തീറ്റ എടുത്തിരുന്നാണ്. ഇപ്പൊ ഈ നീർനായ ഇറങ്ങാൻ തുടങ്ങിയ പിന്നെ ശരിക്കും തീറ്റ ഒന്നും എടുക്കണില്ല. ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇതിനിടയ്ക്ക് 1-2 മിസ്സാവുകയും ചെയ്തു. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ കരിപ്പിടി ഇതാ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ മഴക്കാലം തുടങ്ങുമ്പോ തന്നെ ഇറ്റങ്ങളെല്ലാം കേറി പോകൂട്ടാ. അത് കഴിഞ്ഞ് 1-2 ചെറിയ ബ്രാലിന്റെ കുഞ്ഞിനെയും കൂടെ കിട്ടിയിട്ടാ. ചൂണ്ട ശരിക്കും ഹുക്കായത് കാരണം അവന്മാരെ തിരിച്ച് റിലീസ് ചെയ്തില്ല. അപ്പൊ നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടാ. ഏകദേശം ഒരു അരമണിക്കൂറോളം നേരം മാത്രമേ ചൂണ്ടിട്ടിട്ടുള്ളൂ. എന്തായാലും അടുത്ത മാസം ഈ കുളം ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പൊ എല്ലാ മീനുകളുടെയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.